ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്ക് വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്നതാണ്. എത്ര പേര് കേട്ടിട്ടുണ്ട് വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ വൈറ്റ് കോളർ ഹൈപ്പർ ടെൻഷൻ എന്നത്? ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ബ്ലഡ് പ്രഷർ, BP കൂടിയ അവസ്ഥ. എന്നാൽ ചിലരില് ഹോസ്പിറ്റൽ സെറ്റപ്പിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡോക്ടറിന്റെ മുന്നിൽ വരുമ്പോൾ മാത്രം BP കൂടുതലായിട്ട് കാണിക്കുന്നു. ആ അവസ്ഥയാണ് വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അവര് വീട്ടിലിരുന്ന് BP നോക്കുമ്പോൾ അവരുടെ നോർമലായിട്ടും ഇരിക്കും, 120/80 ഒക്കെ ആയിരിക്കും. പക്ഷെ ക്ലിനിക്കൽ സെറ്റപ്പിൽ അവർ എപ്പം വന്ന് BP നോക്കിയാലും 150/95 അങ്ങനെ BP ഹൈ ആയിട്ട് കാണിക്കുന്നു. ഈ കാരണം കൊണ്ട് അവർക്ക് BPയുടെ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അവർക്ക് BP വരാൻ തന്നെ കാരണം ഈ ക്ലിനിക്കൽ അറ്റ്മോസ്ഫിയർ അവർക്ക് ഒരു ആങ്സൈറ്റിയോ ഒരു പാനിക് സിറ്റുവേഷനോ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് അവരുടെ BP കൂടുന്നു. അപ്പൊ ഇങ്ങനെയുള്ളവരില് BP വരാനുള്ള സാധ്യത ചെറിയ തോതിലുണ്ടാകും. പക്ഷെ BP ഉണ്ട് എന്നുള്ളത് എങ്ങനെ നമ്മൾ സ്ഥിരീകരിക്കുന്നത്? ഒറ്റ BP മോണിറ്ററിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നിങ്ങളുടെ വീട്ടിൽ ഒരു BP മോണിറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും BP പ്രോപ്പർലി മോണിറ്റർ ചെയ്ത് ഒരു പേപ്പറിൽ എഴുതി വെക്കണം. BP മോണിറ്റർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നടന്നിട്ട് വരുവാണെങ്കിൽ 5 മിനിറ്റ് റിലാക്സ്ഡ് ആയിട്ട് റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ BP എടുക്കാവൂ. നിങ്ങൾ ടെൻഷനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ബ്രീത്തിങ് ഇൻ ആൻഡ് ഔട്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് ഒന്ന് ബ്രീത്ത് ചെയ്ത് നിങ്ങളെ തന്നെ ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷമേ BP എടുക്കാവൂ. അല്ലാതെ ഓടി പെട്ടെന്ന് വന്നു, ടെൻഷനായിട്ട് വന്നു, എടുത്ത് ഒരു പെട്ടെന്ന് BP എടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ BP ഹൈ ആയിട്ട് മാത്രമേ കാണിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് BP ഉണ്ട് അല്ലെങ്കിൽ പ്രോപ്പർലി എനിക്ക് മെഡിസിൻ എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നത് തന്നെ ഈ റെഗുലർലി ഒരാഴ്ചയെങ്കിലും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നിങ്ങൾ BP മോണിറ്റർ ചെയ്ത് അത് പ്രോപ്പർലി ഒരു പേപ്പറിൽ എഴുതിയെടുക്കുക. അത് 140 എബവ് അല്ലെങ്കിൽ 140/90 എബവ് അല്ലെങ്കിൽ 145/90 എബവ് അങ്ങനെയൊക്കെ 95 എബവ് ഒക്കെ കാണിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ട് ഈ വിവരം പറഞ്ഞ് മെഡിസിൻ എടുക്കേണ്ടതാണ്. അപ്പം ഏത് മെഡിസിനും സ്റ്റാർട്ട് ചെയ്യും. BPയുടെ ഒക്കെ മെഡിസിൻ വൺസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കണ്ടിന്യൂസ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പം പ്രോപ്പർലി അത് BP മോണിറ്റർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ BP മെഡിസിൻ എടുക്കാവൂ. അപ്പം വൈറ്റ് കോളർ അല്ലെങ്കിൽ വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷനെ കുറിച്ച് മറക്കരുത്. ഇങ്ങനെയുള്ള പലരും അനുഭവം ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഒരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അപ്പം ബൈ ബൈ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ ബൈ.